Ayesha's കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ചോക്ലേറ്റ് കേക്ക് പുഡിംഗ് ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ആദ്യം ഇവിടെ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സോസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആണ് ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മുട്ട യൂസ് ചെയ്യുന്നില്ല ഈ ഒരു കേക്കിലേക്ക്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഓവൺ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ കേക്കിന്റെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ബീറ്ററും യൂസ് ചെയ്യുന്നില്ല. അത്രയും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിന് താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ഫീഡ്ബാക്ക്സ് അയക്കാനും മറന്നു പോകരുത്. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ ടിന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് മൊത്തത്തിൽ അല്പം ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കളയും വേണം. ഞാനിപ്പോൾ ഇത് മൈദ എടുക്കുന്ന സമയത്ത് മൈദ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കട്ടകളുണ്ട്. കട്ടകൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്ക് റെഡിയായി വരുമ്പോൾ ആ കട്ടകൾ പുറമേ കാണും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ആ പൊടി ചേർത്ത് കൊടുത്ത് തന്നെ പുറത്തേക്ക് ഒഴിവാക്കി കളയും വേണം. അപ്പോൾ കേക്ക് തയ്യാറാക്കാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഇതുപോലെ വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്കൊരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 കപ്പ് ചേർക്കാം. പഞ്ചസാരയായിട്ട് ചേർക്കരുത്, പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം സെറ്റായി വന്നപ്പോഴാണ് എൻ്റെ വിസ്ക് കാണില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഹാൻഡ് ബീറ്ററുടെ ഒരു ബീറ്റർ എടുത്തിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈര് വേണം, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെറ്റായിട്ടുള്ള ചേരുവകളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ആയിട്ട് ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡ്രൈ ആയിട്ടുള്ള ചേരുവകളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരിട്ടാണ് അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ കൊക്കോ പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഫി പൗഡർ ചേർക്കുന്നത്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണും പിന്നെ അല്പം ഉപ്പ് വേണം, അത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ഇനി നന്നായിട്ട് ഇത് ഈ അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ കേക്ക് തയ്യാറാക്കാൻ. ഇവിടെ ആയതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നും അരിക്കേണ്ട, ഒരു തവണ ഒക്കെ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ആയിട്ട് പൊടികൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം കുറച്ച് മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുമിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം ബാറ്റർ വല്ലാണ്ട് ലൂസായി പോവും. ഇനി അല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ 1/2 കപ്പാണ് മൊത്തത്തിൽ നമുക്ക് ഒഴിക്കേണ്ടത് വെള്ളം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, വല്ലാണ്ട് തിക്ക് ആവാനും പാടില്ല. അപ്പോൾ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പാത്രത്തിലേക്കും ഒരേ അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഒരു ബാറ്റർ ഒരൊറ്റ കേക്ക് ടിന്നിലേക്ക് മാത്രം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒരു സ്പാറ്റുല കൊണ്ട് നന്നായിട്ടൊന്ന് അതെല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും മുട്ട ചേർക്കാത്ത കേക്ക്സ് ആണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുട്ട ചേർക്കാതെ ഇതുപോലെ ഒന്ന് കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടിന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മറ്റേ ടിന്നും നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് സ്റ്റീം ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കുക. അതിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അത് നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ലിഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു ചെറിയ പാത്രം ആയാലും മതി, അതിൻ്റെ അകത്ത് ഇറങ്ങി കിടക്കുന്ന ഒരു പാത്രം ആയാലും മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ കേക്കിൻ്റെ പാത്രം ഒന്ന് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഓവൻ യൂസ് ചെയ്യാതെ സ്റ്റീമർ യൂസ് ചെയ്യാതെ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ലിഡിൻ്റെ മുകളിൽ നമുക്ക് ഈ റെഡിയായി വെച്ചിട്ടുള്ള ഈ ടിന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒരു മീഡിയം ലോയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വരെ നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കോഫി പൗഡർ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കോൺഫ്ലോർ, ചിലപ്പോൾ കോൺഫ്ലോർ 1 ടീസ്പൂൺ വരെ വേണ്ടി വരും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ വേണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അത് ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേണ്ടി വരും. പിന്നെ വേണ്ടത് പാല് ഒരു 1/2 കപ്പ് വേണം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ചെറിയ കട്ടകളൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മാക്സിമം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാതെ ചൂടാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ചെറിയ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കുന്ന സമയത്ത് ആ കട്ടകളൊക്കെ മെൽറ്റ് ആയിക്കോളും. പിന്നെ ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, നമ്മളിപ്പോൾ ഇതിൽ കോൺഫ്ലോറും മൈദയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇപ്പോഴേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വരുന്നുണ്ട്. വല്ലാണ്ട് കട്ട് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് അത് കട്ട് ചെയ്ത് വരും. അപ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത്, അതിൽ കൂടുതൽ തിക്നെസ് വേണ്ട. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊരു വേറൊരു പാത്രത്തിലേക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ വല്ലാണ്ട് കട്ടിയായിട്ട് നമ്മൾ എടുക്കരുത് കേട്ടോ ചോക്ലേറ്റ് സോസ്. ഇനി നമ്മൾക്ക് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. 30 മിനിറ്റാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അകത്തേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അഥവാ വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളമില്ലെങ്കിൽ പാത്രത്തിൽ വെള്ളമില്ലെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം. പക്ഷേ എനിക്കിത് വെയിറ്റ് ചെയ്യാൻ വയ്യ, കാരണം മോൾ ഇവിടെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു കത്തി കൊണ്ട് സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. ചെറുതായിട്ട് തണുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് കിട്ടും. എന്നാൽ പോലും നന്നായിട്ട് തന്നെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സൈഡിൽ നിന്നൊക്കെ പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ചോക്ലേറ്റ് കേക്കും നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ചോക്ലേറ്റ് കേക്കും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സോസ് ഇപ്പോൾ ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മളിത് ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അല്പം കൂടി തിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് കേക്കും അതുപോലെ സോസും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇതുപോലെ സെർവ് ചെയ്ത് കൊടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അല്പം നട്ട്സ് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ചോക്ലേറ്റ് കേക്ക് പുഡിങ് നമ്മൾ ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ്. തണുപ്പിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചൂടോട് കൂടിയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. അപ്പോൾ രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പർ മോയിസ്റ്റ് കേക്കും അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള സോസും സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേക്ക് റെസിപ്പീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയേണ്ടത് കേക്ക് ഡെക്കറേഷൻ ആണ്. അതായത് ഈ വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ കളേഴ്സ് ആഡ് ചെയ്യുന്നത്, അതുപോലെ ഡെക്കറേഷൻ മെത്തേഡ്സ്, അതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോ ഞാൻ വിചാരിക്കുന്നത് ആദ്യം കേക്കിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഡെക്കറേഷനിലോട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ OTG എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഏത് ഓവനാണ് നല്ലത് കേക്ക് ബേക്ക് ചെയ്യാൻ, ഏത് ലെയറിലാണ് വെക്കേണ്ടത്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോസിൽസ്, ഡെക്കറേഷൻ ടൂൾസ്, അതൊക്കെ ആദ്യം ഷെയർ ചെയ്ത ശേഷം നമ്മൾക്ക് ഇതിലോട്ട് കടന്നാൽ മതിയെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. എന്നാൽ മാത്രമേ ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നേരിട്ട് ഡെക്കറേഷനിലോട്ട് കടക്കാം. അപ്പൊ അതൊന്ന് നിങ്ങൾ ഇതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസിൽ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് നമുക്ക് കേക്ക് അടിപൊളിയായിട്ട് ഡെക്കറേഷൻ പഠിക്കാം.
അപ്പോൾ സ്വീറ്റ്സ് അതുപോലെ ചോക്ലേറ്റ്സ് ഡെസേർട്സ് പുഡിംഗ് ഇതെല്ലാം ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയക്കണം. താങ്ക്